ഇന്ന് തോരൻ വെക്കാൻ ചേമ്പും തണ്ട് മുറിച്ച് ചേമ്പും തണ്ട് കഴുകിയെടുത്തതാണ്. ഇത് തോരൻ വെക്കാനാണ് പോകുന്നത്. ഇച്ചിരി ഉള്ളിയും തേങ്ങയും ഇട്ടിട്ട് തോരൻ വെക്കാൻ പോവാം. കൈയെടുക്കുക. കളയണ്ടേ? കളഞ്ഞാലും കുഴപ്പമില്ല, കളഞ്ഞില്ലേലും കുഴപ്പമില്ല. കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇച്ചിരി മൂത്തതാണെങ്കിൽ, മൂത്ത ചേമ്പും തണ്ടാണെങ്കിൽ ഇതിങ്ങനെ വലിച്ചു കളയുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞ് എടുക്കും. ഈ ചേമ്പിന്റെ ഈ കൂമ്പ് വരുന്നില്ലേ, ഈ കൂമ്പിന്റെ ഇലയും നമുക്ക് കറി വെക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ മോരൊക്കെ ഒഴിച്ച് കറി വെക്കാനും ചെമ്മീനും മാങ്ങായും ഒക്കെ ഇട്ട് കറി വെക്കാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. ഈ കൂമ്പലയും കളയല ഞങ്ങൾ. ഈ കൂമ്പല ഇതിൻ്റെ കൂടി അരിഞ്ഞിടുക ഉണ്ടോ. ഞങ്ങളിത് മിക്ക ദിവസങ്ങളും കറി വെക്കുന്നതാണ്. ഈ കൂമ്പ് നല്ലതാണ്, നല്ല വിറ്റാമിനുള്ള സാധനമാണ്. അത് ഇച്ചിരി കറ പറ്റി കൈക്ക്. അത് പിന്നെ ഇച്ചിരി കറയുള്ളതാകട്ടോ ഈ സാധനത്തിന്. ഒരു മുറി സവോള ഞാൻ അരിയുന്നത് കേട്ടോ. താളി തോരൻ തന്നെയാണ്. അതിനോട് ഇച്ചിരി വെളുത്തുള്ളിയും കൂടി ഇടുക കേട്ടോ. വയറിനൊക്കെ ഒരു സുഖമുണ്ടല്ലോ, വയറിനൊക്കെ ഒരു സുഖം കിട്ടാൻ വേണ്ടിയാണ്. ഇതിനൊരു പച്ചമുളക് അരിഞ്ഞിടണം. പക്ഷെ ഞാൻ ഇതിനകത്ത് പകുതിയെ പച്ചമുളക് ഇടുന്നുള്ളൂ കേട്ടോ. ഇത് എൻ്റെ പിള്ളേർ കൂട്ടുന്നത് കൊണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് കരിയും കൂടുതലേ. അതുകൊണ്ട് ഞാൻ പേരിന് മാത്രമേ മുളക് ഇടുന്നുള്ളൂ കേട്ടോ. ഒരു മുളക് 1 2 വേണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ കൊച്ചുങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം മുളക് ഇച്ചിരി ഉള്ളൂ. ഇത് വിഷമില്ലാത്ത സാധനമല്ലേ. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. ഇച്ചിരി കൂടെ കടുകിടാൻ പോവുക. പൊട്ടി കേട്ടോ ഇടാൻ പോണേ. കടുകിട്ട് പൊട്ടി. അത് കഴിയുമ്പം വെളുത്തുള്ളി ഇട്ടു. ഇച്ചിരി വെളുത്തുള്ളി മുളകും കൂടെ ഞാൻ ഇട്ടു. ഉള്ളിയും കൂടി ഇട്ട് നോക്കാൻ വേണ്ടി പോവാണ്. കരിയാപ്പില ഇടുക കേട്ടോ. ഞങ്ങള് താള് പാത്രത്തിലിടുവാണ്. ഇതിട്ട് ഇളക്കി മൂടാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇവരെന്നെ ഈ താളൊക്കെ കറി വെക്കുന്നതെന്ന്. ഈ താള് നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ടാണ് നമ്മൾ താള് കറി വെക്കുന്നത്. പക്ഷെ ഇതാകുമ്പം വിഷങ്ങളൊന്നുമില്ല. കടയിൽ നിന്ന് മേടിക്കുന്ന സാധനം ഒന്നും ഉറപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പം ഇതാകുമ്പം വിഷമൊന്നും ചേർക്കാത്ത നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഈ കപ്പളങ്ങ, പിന്നെ ഈ താള്, ഇതൊക്കെ. അപ്പം ഇതിനൊക്കെ നല്ല വൈറ്റമിൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പിള്ളേർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പഴയുള്ള കാരണവന്മാരെല്ലാം ഇതൊക്കെ കൂട്ടിയാണ് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഇത് ഞങ്ങളുടെ പിള്ളേർക്ക് ഇതൊക്കെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പിള്ളേർക്കും ഇങ്ങനെയൊക്കെ കിട്ടുമെങ്കിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ചായക്ക് ഇഷ്ടമാണോ താള്? ഇച്ചിരി മഞ്ഞളിടുവാണ്. മതി മതി മതി. ഇനി ഉപ്പ് ഞാൻ ഇളക്ക് തരാം. ആന്റി ഈ ആയിക്ക് ഇളക്കി മൂടി വെച്ച ആന്റി ഈ ആയിക്ക് തരാം കേട്ടോ. ഇനി ഇത് മൂടി വെക്കണം. ഇനി ഇതിവിടെ താങ്ക് യു. ഇതിന് ഒരു തുള്ളി വെള്ളം ഒഴിച്ചതല്ല കേട്ടോ. ഈ ചേമ്പന്താളിലുള്ള വെള്ളമാണ്. ഇത് വയലറ്റ് ചേമ്പിന്റെ താളാണ് നമ്മൾ തോരൻ വെച്ചത്. പച്ചച്ചേമ്പിന്റെ ചീനിച്ചേമ്പിന്റെ താളും തോരൻ വെക്കാം. വയലറ്റ് ചേമ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് തോരൻ വെച്ചത്. കറി വെന്തു. ഇത് ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക കേട്ടോ. ഞാൻ തേങ്ങ ഇട്ടില്ല. തേങ്ങ പിള്ളേർക്ക് കടിക്കുമ്പോൾ ഇച്ചിരി അരിശം വരും. അതുകൊണ്ട് ഞാൻ തേങ്ങ ഇടാതെ ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്തത്.
നിങ്ങൾ വിചാരിക്കും ഇതിപ്പം എല്ലായിടത്തും കിട്ടുമെന്ന്, പക്ഷെ സൗത്ത് ഫ്ലോറിഡയിലെ ഇതൊക്കെ ഉള്ളൂ. കേരളത്തിന്റെ എല്ലാ സാധനങ്ങളും സൗത്ത് ഫ്ലോറിഡയിലുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് എല്ലാം പറിച്ചുകൊണ്ട് വരും ജലീനായുടെ വീട്ടിൽ നിന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഈ പച്ചക്കറി എല്ലാം ഇങ്ങനെ തോരൻ വെക്കുന്നത് കേട്ടോ. Yaya, what all do you have here? തോര, ചോര, ചക്കക്കുരുമാവ്, മീന, കപ്പ, കപ്പയല്ല, വാഴയ്ക്ക. വാഴക്ക. Middle, Up. middle, up, middle, down, up.